സേനാപതി 370 വകുപ്പ് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞു. അതൊന്ന് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. കാരണം അവർ ഈ കഴിഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് സമയത്തും അവരുടെ ഏറ്റവും വലിയ പ്രചരണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ 370 വകുപ്പ് തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നു. ഈ സുപ്രീം കോടതി വിധി ഉണ്ടായതിന് ശേഷവും അവർ എടുത്ത നിലപാട് അതായിരുന്നു. അപ്പോൾ അതൊന്ന് AICC നേതൃത്വത്തിനെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ സേനാപതി പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും തുടങ്ങിയത് അവരാണ്. അവർ മൻമോഹൻ സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ GDP നിരക്ക് 7% കൂടുതലായിരുന്നു. അത് 2004 വരെ ഭരിച്ച അടൽ ബിഹാരി വാജ്പേയിയാണ്. അതിനുശേഷം മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തായിരുന്നു എന്ന് വീണ്ടും തന്നെ നോക്കിക്കോളൂ. ഞാൻ ആ GDP നിരക്കിൻ്റെയോ അതിൻ്റെ അത്രയും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. പക്ഷെ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ നരസിംഹറാവുവിനെ കുറിച്ച് കൂടി പറയാനൊന്ന്, ഈ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്ന് അത് മുഴുവൻ അടിച്ചു തകർത്തിട്ട് പുതിയ സാമ്പത്തിക സമീപനം ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതിനെല്ലാം നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും മൻമോഹൻ സിംഗിനും ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ സാമ്പത്തിക സമീപനം വേണ്ട എന്ന് വെച്ച് ഈ ഇന്ത്യ തുറന്നു കൊടുക്കാൻ, ഇന്ത്യൻ വിപണി ഓപ്പൺ ചെയ്യാനുള്ള തീരുമാനമെടുത്ത് നരസിംഹറാവുവിൻ്റെ പേര് കൂടി ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതാണ്. നമുക്കൊരു നന്ദി ഉണ്ടാവണമല്ലോ. കാരണം അതും മൻമോഹൻ സിംഗ് ആണ്. അതിൽ നരസിംഹറാവുവിനെ കുറിച്ച് എങ്ങാനും സേനാപതി പറഞ്ഞ നാളെ സേനാപതി പുറത്താണ്. കാരണം നരസിംഹറാവുവിൻ്റെ ശവശരീരം പോലും AICC ഓഫീസിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ വേണു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 50-ൽ 5 പതിറ്റാണ്ട് 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ചവരാണ്. നിങ്ങൾ തുടങ്ങി വെക്കാത്ത പരിപാടികൾ ഒന്നുമില്ല. ശരിയാണ്. നിങ്ങൾ ഈ 6 പതിറ്റാണ്ട് നിങ്ങൾ നിർമ്മൽ പദ്ധതി നിങ്ങൾ പറഞ്ഞു, പക്ഷേ കക്കൂസ് നിർമ്മിച്ചില്ല. നിങ്ങൾ റോട്ടി കപ്പട ഔർ മക്കാൻ പറഞ്ഞു. നിങ്ങൾ ജോലി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല, വീട് നിർമ്മിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല, റൊട്ടി കൊടുക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയില്ല. അതിന് 2014 നരേന്ദ്രമോദി വരേണ്ടി വന്നു. നിർമ്മൽ പദ്ധതി നിങ്ങൾ പറഞ്ഞു എല്ലാ വീടുകളിലും ശൗചാലയം, പക്ഷേ പറഞ്ഞേ ഉള്ളൂ, കടലാസിലേ ഉള്ളൂ. അത് നടപ്പിലാക്കി വന്നപ്പോൾ വരാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു. കാരണം എന്തുകൊണ്ട് നടപ്പിലായില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കാലത്ത് ഈ ഓരോ പദ്ധതി നടപ്പിലാകുന്നതും പദ്ധതി ചെലവിൻ്റെ 85% മോഷണം പോകുമായിരുന്നു, ശോഷിക്കുമായിരുന്നു. 85% യഥാർത്ഥ ഗുണഭോക്താക്കളിൽ കിട്ടാറില്ലായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ജൻധൻ യോജന, എന്താ പറയുക, സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ബാങ്കിൽ തുടങ്ങി. രാജ്യത്ത് കോടിക്കണക്കിന് രൂപ ഇതുവരെ ബാങ്കിൻ്റെ സമീപത്ത് ചെല്ലാൻ പോലും അർഹതപ്പെടാത്ത സാധാരണക്കാർ, ദരിദ്രർക്ക് ഉൾപ്പെടെ, സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ബാങ്കിൻ്റെ സേവനം 87% ആളുകൾക്ക് ബാങ്കിങ് സേവനം ഉറപ്പുവരുത്തി. അതുകൊണ്ട് ₹1 സർക്കാർ നൽകിയാൽ അത് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ചെല്ലുന്ന സംവിധാനമുണ്ടായി. നിങ്ങൾ വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം നിർമ്മിച്ചു കൊടുത്ത 3.5 കോടി വീടുകളാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് ലഭിക്കുന്നത്. നിങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ചു, നടപ്പിലാക്കിയില്ല. ഞങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ച പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി. അത് വ്യത്യാസമുള്ളൂ. പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാമായണത്തിലോ ഭാരതത്തിലോ ഇല്ലാത്ത കഥകളൊന്നും എഴുതാൻ പറ്റിയില്ല എന്ന് പറയുന്ന പോലെയാണ്. കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ച പദ്ധതി അല്ലാതെ പ്രത്യേകിച്ച് നടപ്പാക്കാനൊന്നും കാണിയില്ല. കാരണം പദ്ധതികളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ഇലക്ഷനും. നിങ്ങൾ ബാങ്കിന് ദേശസാൽക്കരിച്ചു 70കളിൽ. എന്തിനാ ദേശസാൽക്കരിച്ച്? ഈ ബാങ്കിന്റെ സേവനം ഇല്ലാത്തവർക്ക് ബാങ്കിന്റെ സേവനം എത്തിക്കാൻ. 2014 വരെ എത്തിയോ സാർ? എത്തിയോ? നിങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ ബാങ്ക് തുടങ്ങി, പക്ഷെ ആർക്കാണ് ബാങ്കിന്റെ സേവനം ഉണ്ടായിരുന്നത്? പാവപ്പെട്ടവർക്ക്, സ്ത്രീകൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടായോ സാർ? നരേന്ദ്രമോദി വരേണ്ടി വന്നില്ലേ? മുദ്രാവാക്യങ്ങളും സ്വപ്നങ്ങൾ വിൽക്കാനുള്ളത് മാത്രമായി നിങ്ങൾ നിലനിർത്തിയപ്പോൾ കണ്ട സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ, മുദ്രാവാക്യങ്ങൾ അത് സങ്കല്പമാക്കാനും ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കാനും ഉള്ള കാലമായിരുന്നു കഴിഞ്ഞ 9 വർഷം. അതാണ് കോൺഗ്രസ് സർക്കാരും മോഡി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് മോഡിക്ക് 3ാം വട്ടവും മോദി വരും എന്ന് ഉറപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ വരില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ BJPയെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും BJPക്ക് പിന്തുണ കൂടുകയാണ്. 2014-ലും 2019-ലും ഈ 2024-ലും നോക്കിക്കോളൂ. 24-ൽ ചരിത്രം മാറുകയാണ്. കാരണം നിങ്ങൾ രണ്ടും ഒന്നാണ് എന്ന് ജനം തിരിച്ചറിയുന്നു. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പിണറായി വിജയൻ വോട്ട് തരണമെന്ന് പിണറായി വിജയനും
രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധിക്ക് വോട്ട് തരണമെന്ന് കോൺഗ്രസും പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയിട്ട് എന്ത് കാര്യം? കാരണം കഴിഞ്ഞ 2019 അവർ വിചാരിച്ചതാ ഇപ്പം ആകുമെന്ന്. അത് തന്നെയാണല്ലോ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാരണം ഇത്രയേറെ ഗുണഫലങ്ങൾ 6000 രൂപ കർഷകന് ലഭിച്ചത്, കർഷകന്റെ മിനിമം താങ്ങുവില സപ്പോർട്ട് പ്രൈസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചത്, എവിടെയാണ് വർദ്ധിപ്പിച്ചത്? സംഭരണ വില വർദ്ധിപ്പിച്ചതടക്കം, MSP അടക്കം